വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ. വചനം വചനം ദൈവത്തിൻ വചനം. വചനം വചനം ദൈവത്തിൻ വചനം. ആ നീയായിരുന്നോ? ചേട്ടനൊക്കെ വേളാങ്കണ്ണി പോയിട്ട് ഇന്ന് രാവിലെയാണ് എത്തിയത്? ഏയ്, ഞങ്ങൾ ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഒരു 3 മണിയായപ്പോൾ എത്തിയായിരുന്നു. ചെറിയൊരു മയക്കത്തിൻ്റെ ലക്ഷണം കണ്ടപ്പോൾ ഞാൻ ഒന്ന് ഊഹിച്ചു പറഞ്ഞതാ. ആ അതെ, ഞാനൊന്ന് മയങ്ങിപ്പോയി. ഭാര്യ മക്കളൊക്കെ രാവിലെ പോയേ. അപ്പം പേപ്പർ നോക്കിയിരുന്നപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് തൂങ്ങിപ്പോയതാ. ഞാൻ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓഫീസിലിരിക്കുന്ന പെങ്കുച്ച് പറഞ്ഞു ചേട്ടൻ വന്നിട്ടില്ല എന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി ചേട്ടൻ വീട്ടിലുണ്ടാവുമെന്ന്. അല്ല, ചാവി അവിടെ നിന്ന് വാങ്ങിക്കായിരുന്നില്ലേ? ഞാനും അത് പറഞ്ഞതാ. ആ അപ്പോൾ ആ കൊച്ചു പറയുക സാറ് പറഞ്ഞിരിക്കുന്നത് കീ കൊടുക്കണം എന്നാണെന്ന്. ആ, കാശ് കൊണ്ടുവന്ന് തന്നിട്ട് കീ കൊടുത്താൽ മതിയെന്ന് ഞാൻ പറഞ്ഞതാ. എന്താ, കാശില്ലാതായിരുന്നു നീ ചെന്നത്? അത് കുറച്ച് ടൈറ്റായി പോയി. അല്ല, ഇന്നത്തെ ഓട്ടം കഴിഞ്ഞ് വരുമ്പോൾ അത് വൈകിട്ട് ഞാൻ സെറ്റാക്കിക്കോളാം. അപ്പോൾ വണ്ടി നീ നാളെ കൊണ്ടുപോയാൽ മതി. ചേട്ടാ അങ്ങനെ പറയരുത്. ഇന്നുകൂടി തന്നാലല്ലേ വൈകിട്ടാവുമ്പോൾ ആ ഓടിയൻ്റെ കാശ് കൊണ്ടും തരാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. നീ ചെല്ലാൻ നോക്കിയേ. ഞാനിവിടെ ഇല്ലാത്ത ദിവസങ്ങളിലേ ഒരു ദിവസത്തെങ്കിലും വാടക നീ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. നേരത്തെ 4 ദിവസത്തെ റെൻ്റ് കൂടെ കൂട്ടി ഇതിപ്പോൾ 8 ദിവസത്തെ വാടക നീ എനിക്ക് തരാനുണ്ട്. കാശില്ലെങ്കിൽ വർത്താനം പറയാൻ നിൽക്കണ്ട. ദേ, എനിക്ക് ഓഫീസിൽ പോയിട്ട് വേറെ കാര്യമുള്ളതാ. നീ പോവാൻ നോക്കിയേ. ആ പറയടാ. അല്ല ചേട്ടാ, ക്യാഷ് ഞാൻ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ടേ. അത് ഞാൻ കണ്ടടാ. ശരി ചേട്ടാ, ഞാൻ കുറച്ച് ഓട്ടത്തിലാണേ. ഓ ആയിക്കോട്ടെ. ആ ശരി എന്നാ. നീ ഇതുവരെ പോയില്ലേ? ഇല്ല, ഞാൻ ഒന്നുകൂടി ചേട്ടനോട് പറയാവുന്ന കരുതി നിന്നതാ. എത്ര പ്രാവശ്യം പറഞ്ഞാലും പറയുന്നത് ഇത് തന്നെയാണെങ്കിലേ എൻ്റെ ഉത്തരവും ഇതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാവാൻ പോണില്ലേ. ദേ പിന്നെ ഒന്നാളെ വന്ന് നീ ഇന്ന് ഓടിയാലും കൊള്ളാം, ഓടിയില്ലെങ്കിലും കൊള്ളാം. വൈകിട്ട് എൻ്റെ ക്യാഷ് മുഴുവൻ എനിക്ക് കിട്ടണം. അല്ലെങ്കിൽ ഞാനങ്ങോട്ട് വരും നിന്റെ വീട്ടിലേക്ക്. പിന്നെ ഞാൻ കാശും കൊണ്ടേ പോരൂ. വാക്കുപാലിച്ച് അയൽക്കാരനോട് വിശ്വസ്തത കാണിക്കുക. നിന്റെ ആവശ്യങ്ങൾ തക്ക സമയത്ത് നിറവേറും. പ്രഭാഷകൻ 29-ാം അധ്യായം 3-ാം വാക്യം. ഹലോ ഹലോ, ജെയിംസ് അല്ലേ? അതെ, ജെയിംസ് ആണ്. ആ
ആരാ? ഞാൻ ജോയി, ജോൺസന്റെ അനിയനാണ്. ഹലോ ഹലോ ഹലോ. ആ PNDയിൽ വർക്ക് ചെയ്യണ പുളിമുടി ജംഗ്ഷൻ അടുത്തുള്ളേ. ആ മനസ്സിലായി. എന്താ ജോയി? അതെ, ചേട്ടൻ കുറച്ച് രൂപയെ ജെയിംസിന് തരാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടേ. ഞാനങ്ങോട്ട് വീട്ടിലേക്ക് വരികയെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. ഒരു 10,000 രൂപയല്ലേ? അതെ. അയ്യോ ജോയി, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയല്ലോ. ഞാൻ അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോവുകയാണ്. ഈ ജോയി പുളിമൂടി ജംഗ്ഷനിൽ നിന്നല്ലേ വരുന്നത്? ആ അതെ. ഇപ്പൊ ഇറങ്ങിയോ? ഞാനിപ്പോൾ ഇറങ്ങിയോളൂ, അപ്പോഴാണ് വിളിച്ചത്. ഓ, ജോയി ഇപ്പൊ ഇങ്ങോട്ട് എത്താനായിട്ട് ഒരു അരമണിക്കൂറെങ്കിലും എടുക്കുമല്ലോ. അതെ. എന്താണ്? ഒരു ഉപകാരം ചെയ്യാവോ? ക്യാഷ് എൻ്റെ വീട്ടിലെത്തിക്കാവോ? ഓ, അതിനെന്താ, ഞാൻ എത്തിച്ചോളാം. അല്ല, ഈ വീട്? അതെ, സ്കൂളിന്റെ പുറകിൽ വന്നിട്ട് ആരോട് ചോദിച്ചാലും മതി, പറഞ്ഞു തരും. ജോസഫ് മേസ്തരിയുടെ മകൻ ജെയിംസിന്റെ വീട് ഏതാണെന്ന്. അല്ല, നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ലല്ലോ. ഇല്ല. അല്ല, അത് കുഴപ്പമില്ല, ഇത് ഞാൻ വീട്ടിലെത്തിച്ചോളാം. അപ്പൊ ശരി ജോയി. അപ്പൊ ശരി, എന്നാ കുഴപ്പമില്ല, ഞാൻ വീട്ടിലെത്തിച്ചോളാം കേട്ടോ. ആ എന്നാ പിന്നെ സ്കൂളിന്റെ പുറകിൽ വെയിറ്റ് ചെയ്യാം. ജോയി വരട്ടെ. ജോസഫ് മേസ്തറുടെ മകൻ ജെയിംസ് എങ്കിൽ ജെയിംസ്. ആ ജീവിച്ചിരിക്കുമ്പോൾ ആത്മശോധന നടത്തുക. ഹാനികരമായി ഇത് ചെയ്യരുത്. പ്രഭാഷകൻ 37-ാം അധ്യായം 27-ാം വാക്യം. എടാ ജോയ്, ആ. നീ നടുറോട്ടിലൂടെ നടന്ന വല്ല വണ്ടി മുട്ടൂട്ടോ. നീ ഇത് എങ്ങോട്ട് പോണതാ? എടാ, ഞാനേ നമ്മുടെ ആ ഈയാട്ടുമുക്കിൽ സ്കൂളിന്റെ പുറകെ വരെ ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പോണതാ. എന്താ പരിപാടി? വേറെ ഒന്നുമല്ല, ചേട്ടൻ്റെ ഒരു ചങ്ങാതിനെ കാണാനാ. നീ എന്തായി പറയണത്? വെറുതെ കാണാനോ? അതല്ല, ചേട്ടൻ തന്നിട്ട കുറച്ച് ക്യാഷ് ഉണ്ട്, അത് അവിടെ നിന്ന് എത്തിക്കണം. അതിപ്പോൾ അവിടെ വരെ പോകാതെ പറ്റില്ലേ? ഓ, ഗൂഗിൾ പേ ആണോ നീ ഉദ്ദേശിക്കണേ? അതെ. അത് നടപടിയാത്തതുകൊണ്ടാണല്ലോ നേരിട്ട് പോണത്. പിന്നെ ഇതിപ്പോൾ ബാങ്കിൽ പോയി സ്ലിപ്പ് എഴുതി ക്യൂ നിന്ന് അതൊക്കെ ഭയങ്കര മെനക്കേടാ. ഇതിപ്പോൾ അവിടെ വരെ ഒന്ന് പോകണം, അത്രയല്ലേ ഉള്ളൂ. എങ്കിൽ പിന്നെ നീ വണ്ടിയിലോട്ട് കയറ്, ഞാനും വരാൻ കൂടെ. ഹലോ ഹലോ ചേട്ടാ, ഞാനാ ജെയിംസിനെ വിളിച്ചിരുന്നേ. വീട്ടിൽ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് പുള്ളിയുടെ. പുള്ളി സ്ഥലത്തില്ലേ? ശരി ആയിക്കോട്ടെ. ചേട്ടനാ ക്യാഷ് കൊടുത്തു എന്ന് ചോദിച്ചതാ. ശരിയാ, നിന്റെ സ്വഭാവം ചേട്ടൻ അറിയാവുന്നതുകൊണ്ടാ ചേട്ടൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ പൊന്നോ, വണ്ടി വിട്ടാലേ ഈ മാതിരി കോമഡി ഒന്നും പറയില്ല കേട്ടോ. ഞാൻ ചിരിച്ച് തലയും കുത്തി താഴെ വീഴും. വണ്ടി വിട്. ചേട്ടാ ഒന്ന് അല്ല, ജോയി അല്ലേ? അല്ല, സാമോലാണ്. ക്രിസ്റ്റഫറാണോ? അല്ല. പിന്നെന്താണ് പേര്? എന്തിനാണ്? ഞാൻ കാത്തു നിൽക്കുന്ന ജോയിനാ. താൻ അന്വേഷിച്ചു വന്നത് ക്രിസ്റ്റഫറിനാ. പിന്നെ എൻ്റെ പേര് താൻ അറിഞ്ഞുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടാ? ഇല്ലേ? ഇല്ലെന്നാ? വെറുതെ പരിചയപ്പെട്ടിരിക്കാന്നേ. എന്തിന്? വെറുതെ. എനിക്ക് താല്പര്യമില്ല. ഇതിപ്പോ ഉറങ്ങിക്കിടന്നിരുന്ന് എന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ഊണില്ല ഉറങ്ങിക്കെന്ന് പറഞ്ഞ പോലെയല്ല. അല്ല, ശരിക്കും പേരെന്താണ്? ഞാൻ ഒന്നിനുമില്ല. താൻ എങ്ങോട്ടാ വെച്ചാൽ പോയിക്കോ. മനുഷ്യനെ വെറുതെ ഇവൻ ആരുടെ? സുഹൃത്തെ, ആ ജോസഫ് മേസ്തരുടെ വീട് എവിടെയെന്നറിയോ? ജോയി അല്ലേ? ഞാൻ ജോയി അല്ല, ക്ലീറ്റസ് ആണ്. ഇതാണ് ജോയി. ഞാൻ ജെയിംസ്. അല്ല, അപ്പൊ അത്യാവശ്യമായിട്ട് ഇവിടെ പോകുന്ന പറഞ്ഞല്ലോ. അത് ഇവിടെ നിങ്ങൾ വന്നിട്ട് പോകാന്ന് വിചാരിച്ചു. വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. അല്ല, അപ്പൊ പിന്നെ ജെയിംസിനും ഉണ്ടേ? മാത്രമല്ല, ഇനിയിപ്പോൾ ക്യാഷ് ഇവിടെ തന്നിട്ട് ഞങ്ങൾക്ക് അങ്ങ് പോകാലോ. ഓ, അത് മതി. സമയമില്ലാത്തോണ്ടാണ് കേട്ടാ.
അല്ലെങ്കിൽ വീട്ടിൽ കയറി ഓരോ ചായയൊക്കെ കുടിപ്പിച്ചിട്ട് ഞാൻ വീടുള്ള നടന്നിട്ടാ. എങ്കിൽ ശരിയെന്നാ. ആ. ഇതാ ശുദ്ധഗതിക്കാരൻ എന്തും വിശ്വസിക്കുന്നു, ബുദ്ധിമാൻ ലക്ഷ്യത്തിൽ തന്നെ ശ്രദ്ധ വയ്ക്കുന്നു. സുഭാഷിതങ്ങൾ 14-ാം അധ്യായം 15-ാം വാക്യം. ഇതെന്റെ സുഹൃത്ത് ക്ലീറ്റസ്. ആ ഹലോ. ഹലോ. എവിടെയോ വെച്ച് കണ്ട് നല്ല പരിചയമുണ്ട്, പക്ഷെ എവിടെയാന്നൊരു പിടുത്തം കിട്ടണല്ലേ. ഏയ് അത് നിനക്ക് തോന്നുന്നതാവും. ഒരാളെ പോലെ 7 പേരുണ്ടെന്നല്ലേ പറയണത്. അല്ല എങ്കിൽ പിന്നെ ഞങ്ങളാണ് ചെല്ലട്ടെ. ഓ ആയിക്കോട്ടെ, താങ്ക്സ് ഏട്ടാ. ആ ഓക്കെ. അവിടുത്തെ കണ്ണുകൾ മനുഷ്യന്റെ വഴികളിൽ പതിയുന്നു. അവൻ ഓരോ അടിവയ്ക്കുന്നതും അവിടുന്ന് കാണുന്നു. ജോബ് 34-ാം അധ്യായം 21-ാം വാക്യം. ഇനി ഇവന്മാരെ ഈ ജന്മത്ത് കാണൂല. ഹലോ, ആ പറയടാ ജോയി. ആ ചേട്ടാ, ഞാൻ അയാൾക്ക് ആ ജെയിംസിന് പണം കൊടുത്തിട്ടാ. ആ ശരിടാ, ഞാൻ ജെയിംസിനെ വിളിച്ചോളാം. ആ ശരിയെന്നാ. എടാ നീ ഇനി വീട്ടിലേക്കല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്റെ വീട്ടിലേക്കാക്കി തരാം. ആ അല്ല പറഞ്ഞോളെ, നീ ഇതെവിടെ പോയതാ? എടാ നീ ഇത് ഇപ്പഴാ ചോദിക്കണേ? ഞാൻ കടയിൽ കയറി കുറച്ച് സാധനം മേടിക്കാനുണ്ട്, അതിനുവേണ്ടി പോയതാ. എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ച് കടയിലേക്ക് പോവാം. എന്നിട്ട് അവിടെ പോയി സാധനം പിടിച്ചിട്ട് വീട്ടിലേക്ക് പോകാം. ആ ശരി. ആ ഹലോ ജോൺസൺ ചേട്ടാ, അനിയൻ എന്നെ വിളിച്ചിരുന്നു. ആ പൈസ കിട്ടിയില്ലേ ജെയിംസ്? ആ എൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ ഇല്ലേ? അവിടെ ഇല്ലെന്നോ? അല്ല, രൂപം നിന്നെ ഏൽപ്പിച്ചെന്നാണല്ലോ അനിയൻ പറഞ്ഞത്. എന്നെ ഏൽപ്പിച്ചു തന്നു? ആ സ്കൂളിൻ്റെ പുറകിൽ വെച്ച്. എൻ്റെ ചേട്ടാ, അതിന് ഞാൻ അവിടെ ഇല്ല. ഒരു 10 കിലോമീറ്ററെങ്കിലും ഇപ്പുറത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഹലോ ഹലോ, ജോൺസൺ ചേട്ടാ. എങ്കിൽ പിന്നെ ഞാൻ ഒന്നുകൂടി അവനെ വിളിച്ചോട്ടെ, എന്നിട്ട് നിന്നെ വിളിക്കാം. ശരി. ആ ശരിയെന്ന്. ആ എങ്കിൽ പിന്നെ കാണാടാ. ആ അപ്പൊ thanks ശരിടാ. ചേട്ടാ. ആ ചേട്ടനാണല്ലോ. ഹലോ ചേട്ടാ. എടാ, നീ ആർക്കാ പണം കൊടുത്തത്? ആ ജെയിംസിന്. എന്താ ചേട്ടാ? അയാൾക്ക് കാശ് കിട്ടിയിട്ടില്ലെന്ന് പറയണല്ല. ഏ എന്താടാ? എടാ അയാൾക്ക് നമ്മൾ കാശ് കൊടുത്തിട്ടില്ലെന്ന്. ഹലോ ഹലോ, ആ ചേട്ടാ. നീ ആരോടാ സംസാരിക്കുന്നത്? അല്ല ചേട്ടാ, ഇത് കൊടുക്കാൻ പോകുമ്പോഴേ, ആ പൈസ കൊടുക്കാൻ പോകുമ്പോഴേ എൻ്റെ കൂടെ ക്ലീറ്റസ് ഉണ്ടായിരുന്നേ, അവനോട് ഞാൻ സംസാരിച്ചത്. ദേ ഞാൻ അവനോട് കൊടുക്കാം. എന്നാടാ ചേട്ടാ. ആ പറയടാ ക്ലീറ്റസ്. ആ ശരിയേട്ടാ, ഇവൻ്റെ കൂടെ ഞാനും ഉണ്ടായിരുന്നു. എൻ്റെ മുന്നിൽ വെച്ചാ അയാൾക്ക് ഇവൻ കാശ് കൊടുത്തത്. എടാ, നിങ്ങളിപ്പോൾ എവിടെയുള്ളത്? ഞങ്ങളിപ്പോൾ ആ പാഞ്ചപ്പൻ്റെ വീടിൻ്റെ അടുത്തുണ്ട്. എങ്കിൽ നീ ആ ജോയിക്ക് ഫോൺ കൊടുത്തേ. ആ ഇതാ. ഹലോ എന്താ ചേട്ടാ? നിങ്ങൾ പണം കൊടുത്ത സ്ഥലത്തേക്ക് വേഗം വാ, എന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ട്. എടാ അതെ, എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. നീ വണ്ടി എടുത്തേ വാ. ധൈര്യപൂർവം പ്രവർത്തിക്കുവിൻ. കർത്താവ് നീതിമാന്റെ പക്ഷത്തായിരിക്കും. 2 ദിനവൃത്താന്തം 19-ാം അധ്യായം
17-ാം വാക്യം. എന്താടാ നീ വിളിച്ചത്? അത് ഞാൻ ചേട്ടൻ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചാണ്. എന്താ ചേട്ടൻ ഒരു പുച്ഛം? കാശില്ലാത്തവനെ കാണുമ്പോ കാശുള്ളവന് ഈ പുച്ഛം സർവ്വസാധാരണമാണ്. എൻ്റെ ചേട്ടാ, കാശ് ഇന്ന് വരും, നാളെ പോവും. മനുഷ്യന് വേണ്ടതേ മനുഷ്യത്വമാണ്. അതാണ് ചേട്ടൻ ഇല്ലാത്തതും. അതെ, കാശിന്റെ കാര്യത്തിലേ ഈ ഇടയായിട്ട് എനിക്ക് മനുഷ്യത്വം അല്പം കുറവാ. അല്ല, നിന്റെ വർത്താനം കേട്ടാ തോന്നും നീ കാശ് മുഴുവൻ തന്നിട്ടാ ഈ വർത്താനം പറയുന്നതെന്ന്. കാശി കാശി എന്നാ ചേട്ടൻ്റെ കാശി. എന്നാ പിടിച്ചോ, ചേട്ടൻ ആവശ്യമുള്ള എടുത്തോ. ആ, 1000 കൂടുതലാ. എടുത്തോ ചേട്ടാ. ഉം. എന്നാ നിന്ന് അത്രയും കൂടി വൈകോന്ന് വിചാരിച്ചിട്ട് ഞാൻ എണ്ണിട്ടില്ല. ഏയ്, എനിക്ക് എന്റെ കാശ് മാത്രം മതി. ദാ. ആ എന്നാ കന്നേക്ക്. ആ, ഹലോ. അതെ ചേട്ടാ, ഞാൻ രാവിലെ ചേട്ടന് തന്ന കാശ് അതെനിക്ക് തിരികെ തരാമോ? എന്തു പറ്റിയടാ? എന്താ ഇത്ര പെട്ടെന്നൊരാവശ്യം വന്നത്? എൻ്റെ ചേട്ടാ, എനിക്കൊരാൾ 10,000 രൂപ തരാനുണ്ടായിരുന്നേ. അത് അയാളുടെ അനിയൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു. ഞാനാണെന്നും പറഞ്ഞ് അത് വേറെ ആരോ അവരുടെ കയ്യിൽ നിന്ന് തട്ടിച്ചെടുത്തു. ആകെയുള്ളൊരു തെളിവ് അതൊരു കീറിയ കലണ്ടറിൻ്റെ അകത്ത് പൊതിഞ്ഞു കൊടുത്തു എന്നുള്ളതാണ്. കാശടിച്ചെടുത്തവൻ ആ കാശെടുത്തിട്ട് ആ പേപ്പർ എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ആരറിയാനാ? ജെയിംസ്, ആളിവിടെ എൻ്റെ വീട്ടിലുണ്ട്. നീ നേരെ എൻ്റെ വീട്ടിലേക്ക് പോരെ. ഞാൻ പറഞ്ഞു ചേട്ടാ. അതെ, നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് തട്ടിച്ചെടുത്തവനില്ലേ, അവൻ ഇവിടെ അടുത്തൊരു സ്ഥലത്ത്. എടാ, നിനക്കപ്പോ കീ വേണ്ടേ? ആ തരാൻ താല്പര്യമുണ്ടെങ്കിൽ താ. ചേട്ടൻ എന്നെ വിശ്വാസമെങ്കിൽ മാത്രം മതി. അത് ഓഫീസിലാണേ. ഞാനതേ നീ എൻ്റെ കൂടെ വന്ന് എടുത്തു തരാം. ഞാനങ്ങനെ വെയിറ്റ് എനിക്ക് താല്പര്യമൊന്നുമില്ല. പിന്നെ ചേട്ടനായതുകൊണ്ട്. എടാ, നീ ഇവിടെ നില്ല്, ഞാൻ പോരാ. എടാ, നീ കേറിയിരി. വെറുതെ നിന്ന് കാല് കളിക്കണ്ട, കേറിയിരിക്കടാ ജോണി. കാശ് വന്നപ്പോ ആളിന് വില വന്നു. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. മത്തായി 7-ാം അധ്യായം 2-ാം വാക്യം. വാ, എല്ലാരും ഉണ്ടല്ലോ. ജോണേട്ടാ അകത്തുണ്ട്. ജോണേട്ടാ, കുറച്ച് ഗസ്റ്റുകളുണ്ടാ. ഇവനാണ് ജോയിയാണെന്ന് പറഞ്ഞാൽ ഇന്ന് പൈസ വിളിച്ചത്. അതേന്ന് ഇവൻ തന്നെയാണ്. അല്ല, ആരാണ്? എനിക്കങ്ങോട്ട് മനസ്സിലായില്ലല്ലോ. പണം വാങ്ങിയെന്നാ? എപ്പോ? ആരോട്? എടാ, ഒരു 1.5 മണിക്കൂർ മുമ്പ് നീയല്ല എന്റെ 10,000 രൂപ മേടിച്ചോണ്ടത്. അതേന്ന് ആ ബോയ്സ്കൂളിന്റെ പുറകിലുള്ള ഗേറ്റിൽ വെച്ച് നീയല്ലേ മേടിച്ചത്? ഏയ്, ചിലപ്പോ ഇനി നിങ്ങക്ക് ആള് മാറുകയാണെങ്കിലാ. ഒരാളെ പോലെ 7 പേരും നിങ്ങൾ കുറച്ചു മുമ്പ് സ്കൂളിനെ പറയുന്നത് പറഞ്ഞില്ലേ? അതിന് ബാക്കിയുള്ള ആരെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ്? എടാ, നീ അല്ലേ മേടിച്ചെങ്കിലേ ഇവൻ അങ്ങനെ പറഞ്ഞത് നീ അങ്ങനെ കേട്ടു? ഞാൻ എന്താ ചെവിട് പൊട്ടനാ? ഇത്രയുള്ളൊരു പൊട്ടാസ് കൂട്ടിയ പോലെ കറക്റ്റ് ആയിട്ട് ഞാൻ പിടിക്കും. പിന്നെ ഈ ഗുണ്ടുപൊട്ട സൗണ്ടി പറയണമെങ്കിൽ ഞാൻ ചെവിട് പൊട്ടണല്ലേട്ടാ. നിർത്തിയേ. ചെവിട് പൊട്ടും പൊട്ടാസും ഗുണ്ടുമൊക്കെ അവിടെ ഇരിക്കട്ടെ. നീ ഞാനാണെന്നും പറഞ്ഞ് 10,000 രൂപ ഇവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാ? ഇല്ലെന്ന്. ഞാൻ വേണമെങ്കിൽ തലയെ തൊട്ട് വേണമെങ്കിൽ സത്യം പറയാം.
ദേ ജോണേട്ടാ, ഇവനുണ്ടല്ല ഈ ഒന്നും പറയണ്ട, ഞാൻ എല്ലാം കേട്ടു. നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ ചോദ്യം ചെയ്യൽ നിർത്തിയിട്ടേ ആ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് ഫോൺ ചെയ്യും. അത് ശരിയാ. അല്ലെങ്കിലേ അപ്പുറത്തേക്ക് മാറ്റി നിർത്തിയിട്ട് വിശദമായിട്ടൊന്ന് ചോദ്യം ചെയ്യും. അപ്പൊ ചിലപ്പോ സത്യം പറഞ്ഞേക്കും, അല്ലടാ? ഓ എന്റെ പൊന്നോ, എന്റെ ചേട്ടാ, മനുഷ്യനെ കൊലക്കൂടകൾ പോലത്തെ വർത്താനം പറയല്ലേ. ഞാനാണ് പണം വാങ്ങിയത്, എന്റെ ഭാഗത്തും തെറ്റുണ്ട്. പക്ഷേ നിങ്ങളുടെ ഭാഗത്തും തെറ്റില്ലെന്ന് പറയാമോ? ഞങ്ങളുടെ ഭാഗത്ത് എന്ത് തെറ്റ്? അതെ, ആരാണ് എന്താണെന്ന് അറിയാതെ ചാടി കയറി 10,000 രൂപ കൊടുത്തത് നിങ്ങളുടെ ഭാഗത്ത് തെറ്റല്ലെന്ന് ഞാൻ ചോദിച്ചത്. ആ, ഹ, ഒരു പരിചയത്തെ ആൾക്കാർക്ക് ചാടി കയറി കാശങ്ങൾ കൊടുക്കാമോ? അയാൾ തന്നെയാണെന്ന് ഉറപ്പ് വരുത്താതെ ചാടി കയറി 10,000 രൂപ കൊടുത്തത് തെറ്റല്ലേ? ചേട്ടാ, ഇവനിത് എന്ത് വർത്താനായി പറഞ്ഞത്? കഴിഞ്ഞിട്ടില്ല, ഇടയ്ക്ക് സംസാരിക്കാനിരിക്കും. അതെ, ഈ കിടക്കണണ്ട 10,000 രൂപയ്ക്ക ഈ കലണ്ടറിന്റെ കടലാസിലാണ് സൂക്ഷിച്ചു വെക്കണത്. അത് ഭദ്രമായൊരു കവറിലൊക്കെ സൂക്ഷിച്ചു വെക്കണ്ടേ? അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങോട്ട് മാറിടാ. കള്ളത്തരം കാണിച്ചിട്ട് കവട ന്യായം പറയണടാ. കപട ന്യായം പറഞ്ഞതല്ല, അണിയാൻ പോകുന്ന വിളക്കിന്റെ ഒരു ആളിക്കട്ടിലാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. ചേട്ടാ, ആ കാശിക്കുന്നേ ചേട്ടന്റെ കാശ് ഞാൻ പിന്നെ തരാം. ആദ്യം ഞാൻ ഇവരൊന്ന് സെറ്റിൽ ചെയ്യട്ടെ. അന്യന്റെ കാശ് മോഹിക്കണമെന്നാണല്ല. അല്ല, ചേട്ടന്റെ അടുത്താണ് ഈ കാശ് ഇരുന്ന് വെച്ചത്, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇത് കൈയോട് പിടിച്ചോ. അപ്പൊ ബാക്കി 5,000 രൂപ. ഒരു മനുഷ്യന്റെ ഒരു വിഷമം കണ്ട എന്റെ മനസ്സങ്ങത അലിയും. അതുകൊണ്ട് മറ്റേ 5,000 രൂപ ഞാൻ വേറൊരാൾക്ക് പലിശക്ക് കൊടുത്തേക്കാണ്. പലിശക്ക് കൊടുത്ത? ഓ, ഇനി അതേ പിടിച്ച് കയറല്ലേ, അത് ഞാൻ ആളെ തന്നെ മേടിച്ച് തന്നേക്കാം. അപ്പൊ എനിക്ക് പോകാല്ല. ഒന്നും മിണ്ടാണ്ടിരുന്നപ്പ ഞാൻ വിചാരിച്ചൊരു പാവം മനുഷ്യനാണെന്ന്. പക്ഷേ ഉണ്ടല്ല, അതെ, ആ പൈസ ഞാൻ വാങ്ങിച്ചു തരാം. ചോ, എങ്ങനെ വീണാലും പൂച്ച 4 കാലയിൽ വീഴുള്ള പറഞ്ഞു കേട്ടേക്കണേ. ഇതിപ്പോ 4 കാലയിൽ വീഴുന്ന മനുഷ്യനാ ഞാൻ ആദ്യമായിട്ട് കാണുക. കള്ളം പറയുന്ന നാവ് നേടിത്തരുന്ന സമ്പത്ത് പെട്ടെന്ന് തിരോഭവിക്കുന്ന നീരാവിയും മരണത്തിന്റെ കെണിയുമാണ്. സുഭാഷിതങ്ങൾ 21-ാം അധ്യായം 6-ാം വാക്യം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.